നമസ്തേ. കഥകളെത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചതന്ത്രം കഥകൾ പറയാണ്. പഞ്ചതന്ത്രം എന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾക്ക് ഉണ്ടായിരിക്കേണ്ട 5 വിധത്തിലുള്ള തന്ത്രങ്ങളാണ്. അതിൽ മിത്രഭേദം എന്ന് പറയുന്ന ആദ്യത്തെ തന്ത്രമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകളൊക്കെ തന്നെ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ തന്ത്രമായ മിത്രഭേദം പലതരത്തിലുള്ള മിത്രങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ പറയാൻ തുടങ്ങുന്ന ഈ കഥ രണ്ടാമത്തെ തന്ത്രമായ മിത്രലാഭം. എങ്ങനെയാണ് സുഹൃത്തുക്കൾ നമുക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുന്നത്, ആപത്തിൽ സഹായിക്കുന്ന സുഹൃത്തുക്കൾ ആരാണ് എന്നുള്ള കാര്യത്തെപ്പറ്റി പറയുന്ന ഒരു കഥകളാണ് ഈ മിത്രലാഭം എന്ന തന്ത്രം മനസ്സിലാക്കാൻ വേണ്ടി മഹാഗുരുവായ സോമശർമാവ് രാജകുമാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ ബ്രാഹ്മണ ശ്രേഷ്ഠനായ സോമശർമാവ് കഥകളിയുടെ മിത്രഭേദം എന്താണെന്ന് രാജകുമാരന്മാർക്ക് മനസ്സിലായി. രാജാവിന് വളരെ തൃപ്തിയായി. തൻ്റെ മക്കൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവർ തനിമാണ്ട ശിരോമണികളൊന്നുമല്ല, വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുത്താൽ അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ടാമത്തെ തന്ത്രമായ രണ്ടാമത്തെ തന്ത്രമായ മിത്രലാഭം എന്ന തന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിലെ ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ബന്ധുത്വം, അതായത് കാക്ക, ആമ, എലി. ഇവരൊന്നിനൊന്നൊക്കെ ശത്രുക്കളാണ് വാസ്തവത്തിൽ. എലിയൊക്കെ ചച്ച കഴിഞ്ഞ് കാക്കയൊക്കെ ഒത്തി പറക്കി കൊണ്ടുപോയി എലി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി തിന്നുകയൊക്കെ ചെയ്യും. എലിയുടെ ശത്രുവാണ് കാക്ക. അപ്പോൾ കാക്ക ഭയപ്പെടുന്ന ഒരു ജീവി തന്നെയാണ് എലി. അതുപോലെ ആമയുടെ തല എപ്പോഴാണ് പുറത്തേക്ക് വരണേന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അന്യോന്യം സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണെങ്കിൽ ആർക്കും എല്ലാവർക്കും എല്ലാ കാര്യവും സാധിക്കും. അതാണ് ഈ കഥയിലൂടെ പറയുന്നത്. എന്താ പറയുന്നത് വെച്ചാൽ കാക്ക, ആമ, എലി തുടങ്ങിയ ജീവികൾ വൈരം മറന്ന്, അവർ തമ്മിൽ പരസ്പരമുള്ള ദേഷ്യമൊക്കെ മറന്ന് സൗഹൃദത്തോടെ ജീവിക്കുമ്പോൾ 3 കൂട്ടർക്കും ഗുണം വരുന്നതായിട്ടുള്ള മിത്രലാഭം, മിത്രങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായാലുണ്ടാകുന്ന ലാഭങ്ങളെ പ്രകീർത്തിക്കുന്ന കഥകളാണ് മിത്രലാഭത്തിൽ വരുന്നത്. മംഗളാരൂപ്യം എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് വലിയൊരു മൈതാനം, അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് വളരെ വലിയൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുകളിൽ ധാരാളം ഈ മംഗളാരൂപ്യം ഒരു വലിയ മന്ദിരം, വലിയൊരു വീട്, കൊട്ടാരമൊക്കെ ഉണ്ട് അവിടെ. അതിൻ്റെ മുറ്റത്തായിട്ടൊരു ഭാഗത്തായിട്ടാണ് വലിയൊരു മരമുണ്ട്, വലിയ വൃക്ഷം. ആ വലിയ മരത്തിൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ മുറ്റത്തായിട്ടാണ് ഈ വലിയ വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു കാക്ക കുടുംബം താമസിക്കുന്നുണ്ടായിരുന്നു. കാക്ക കുടുംബം എന്ന് പറഞ്ഞാൽ, കുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഭാര്യയും ഭർത്താവും മക്കളും അങ്ങനെയൊക്കെയാണല്ലോ കുടുംബം. അപ്പോൾ അവിടെ ഒരു ആൺകാക്കയുണ്ട്, പെൺകാക്കയുണ്ട്, അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. അവരങ്ങനെ വലിയ അല്ലലൊന്നും ഇല്ലാതെ കണ്ട് കൂട്ടി ആ മരത്തിൻ്റെ മുകളിൽ അങ്ങ് താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കൂടി ഒരു ദിവസം സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു പൊങ്ങി. രാവിലെ നല്ല പ്രശാന്ത സുന്ദരമായ പ്രഭാതം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വേടൻ എന്ന് പറഞ്ഞാൽ പക്ഷികളെയൊക്കെ അമ്പെയ്ത് കൊന്ന് പിടിച്ച് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് വേടന്മാർ. ഒരു വേടൻ അമ്പും വില്ലുമൊക്കെ കൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വരണുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കാക്ക അപകടം മണത്തു. അയ്യോ, ഈ വേടൻ വന്നത് ഇപ്പോൾ പുലിവാലായില്ല. ഇതുവരെ ഇവിടെ വലിയ അപകടമൊന്നും ഇല്ലാണ്ട്, ആപശങ്കൊന്നും ഇല്ലാണ്ട് ഞാനും എൻ്റെ കുടുംബവും താമസിച്ചേർന്നതാ. ഈ വരണ ആൾ വേടനാണ്, അമ്പുവില്ലൊക്കെ ഉണ്ട് കയ്യിൽ. അത് വച്ച് ഇതായി. ആദ്യം ഭാര്യയുണ്ട്, മക്കളുണ്ട്, താനും ഉണ്ട്. എല്ലാവരും ഇപ്പോൾ കൂടിനകത്താണ്, കുട്ടികളൊക്കെ. ഭാര്യ എവിടെയാണ്? കാക്ക മാത്രമേ കണ്ടുള്ളൂ, ആൺകാക്ക മാത്രമേ കണ്ടുള്ളൂ. അവൻ ഒളിച്ചിരുന്നു കൊണ്ട് ഈ വേടൻ എന്താ ചെയ്യാൻ പോണേ എന്നിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വേടൻ അവിടെ വന്നിട്ട് ഈ കിട്ടിക്കഴിഞ്ഞാൽ ഈ പക്ഷികളെയൊക്കെ കൊന്ന് ഭക്ഷിക്കും വേടൻ കാട്ടിൽ വലയൊക്കെ കെട്ടി ഉറപ്പിച്ചു. വല വച്ച് പക്ഷികളെ പിടിക്കാനാണ് വരുന്നത്. വല ഇങ്ങനെ കെട്ടിയൊക്കെ ഉറപ്പിച്ചു. ആ വല കെട്ടി ഉറപ്പിച്ചിട്ട് അതിനടിയിൽ പക്ഷികൾക്ക് ഭക്ഷണ സാധനമായിട്ടുള്ള ധാന്യങ്ങൾ, അരി, ഇതൊക്കെ അങ്ങോട്ട് വിതറിയിട്ടു. അങ്ങനെ വിതറിയിട്ട് നെല്ലും അരിയൊക്കെ വിതറി അവൻ ഒരു വലിയൊരു മരത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരുന്നു വേടൻ. എന്താ ഒളിഞ്ഞു നോക്കണേന്നറിയാമോ? ഈ
വലയ്ക്കകത്തേക്ക് വിതറിയിട്ടിരിക്കുന്ന ഭക്ഷണ സാധനം തിന്നാനായിട്ട് പക്ഷികളൊക്കെ വരും. വല്ല പ്രാവോ കാര്യങ്ങളോ ആരെങ്കിലുമൊക്കെ വരും, കാക്കയോ കാക്ക കുഞ്ഞുങ്ങളോ, അല്ലെങ്കിൽ മറ്റു കാട്ടിൽ വേറെ ഉണ്ടല്ലോ ഞാറപ്പക്ഷിയും ഇതൊക്കെ കൊക്കും താറാവ് തൊക്കൊക്കെ അവിടെ അടുത്തുള്ള തടാകത്തിൻ്റെ അകത്ത് അങ്ങോട്ട് വരാൻ വഴിയില്ല. എന്നാലും ചിലപ്പോൾ കിക്കിരി പക്ഷി പല പക്ഷികളും വരാൻ വഴിയുണ്ടല്ലോ. പക്ഷേ അങ്ങനെ വെതറിയിട്ട് കഴിഞ്ഞിട്ട് വേടൻ മറഞ്ഞു നിൽക്കുക. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ചിത്രഗ്രീവൻ എന്നൊരു മാടപ്രാവ്, ചിത്രഗ്രീവൻ എന്നാണ് ആ മാടപ്രാവിൻ്റെ പേര്. ആ മാടപ്രാവും കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവരിങ്ങനെ വളരെ ഉല്ലാസമായിട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആകാശത്തു കൂടെ. അങ്ങനെ പോയിരിക്കുമ്പോഴാണ് ഈ അരിയും സാധനങ്ങളും ഒക്കെ കിടക്കണ കണ്ടത്. തീറ്റ കിടക്കണ കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങി ഇത് പോയി കഴിക്കാമല്ലോ, ഭക്ഷണമല്ലേ എന്ന് കരുതി അവരവിടെ ഇറങ്ങി ഈ വേടൻ വിതറിയ ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്ന് വലയ്ക്കകത്തേക്ക് ഇവരങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വല അങ്ങോട്ട് താഴാനുള്ള സംവിധാനത്തിലാണ് വേടൻ അത് കെട്ടി ഉറപ്പിച്ചത്. മുകളിലിരുന്ന് ഇതുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് കെണി വീഴ്ത്തുമ്പോൾ ഈ വല പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിത്താഴ്ന്ന് ഈ പ്രാവുകളെല്ലാം വലയ്ക്കകത്തായി. ചിത്രഗ്രീവനും കൂട്ടുകാരും ഒരു 10-60 പ്രാവുകളുണ്ട്, കൂട്ടമായിട്ട് നടക്കുമായിരുന്നു. ഇത് പെട്ടെന്ന് കഴിക്കാനായിട്ട് ഭക്ഷണം കണ്ട ആർത്തിയോടുകൂടി ഓടിച്ചെന്നതാണ്. എല്ലാ എണ്ണങ്ങളിൽ ഈ പ്രാവുകൾ ഈ വലയ്ക്കകത്ത് കുടുങ്ങി. ദൂരെ നിന്നുകൊണ്ട് കാക്ക എന്താ ഇവിടെ നടക്കണേന്ന് അറിയാൻ വേണ്ടി വീക്ഷിച്ചിരുന്ന കാക്ക ഇത് കണ്ടു. ശരിയാ, അയ്യോ കഷ്ടമായില്ലോ, ആ പ്രാവ് ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ. പ്രാവും കൂട്ടുകാരും എല്ലാവരും എന്താ വലയ്ക്കകത്ത് കുടുങ്ങി. ഈ വേടനെപ്പോൾ ഓടി വരും, ഓടി വന്ന് ഈ വലയിൽ നിന്നും പ്രാവുകളെ പിടിച്ച് കൂടയിലാക്കി കൊണ്ടുപോവുകയല്ലേ ചെയ്യണേ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഈ വല എടുക്കാനായിട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രാവുകളെയൊക്കെ പിടിച്ചെടുക്കാനായിട്ട് വേടൻ കുറേ ദൂരെ കാത്തു നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ പ്രാവുകൾക്ക് മനസ്സിലായി ഇപ്പം വലയിൽ നിന്നും തങ്ങളെയൊക്കെ പിടിക്കുന്ന അവരെല്ലാവരും കൂടി അങ്ങോട്ട് ഒരുമിച്ചു. വലയുടെ കണ്ണികളിലൊക്കെ അങ്ങോട്ട് കൊണ്ട് കുത്തിയാൽ പിടിച്ചു. എന്നിട്ട് എല്ലാവരും ഒപ്പം ചിത്രഗ്രീവൻ നേതാവായിട്ട് നിന്നു. ഒപ്പം അങ്ങോട്ട് ഉയർന്നു പോയി വേടനെ ഇങ്ങോട്ട് വരണേന് മുൻപ് വല സഹിതം ഈ പ്രാവുകൾ അങ്ങോട്ട് ഉയർന്നു പോയി. വേടന് വല പിടിക്കാൻ പറ്റിയില്ല. പ്രാവുകളൊക്കെ വലയ്ക്കകത്താ, പക്ഷേ വല അങ്ങനെ പറന്ന് പോവാം. അപ്പോൾ കാക്കയ്ക്ക് ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. ഓമ്പടം മിടുക്കന്മാരെ, ഈ പ്രാവുകൾ വലയിൽ കുടുങ്ങിയിട്ട് ഈ വലയ്ക്കുള്ളിലിരുന്നുകൊണ്ട് ഇവരെ എങ്ങനെ രക്ഷപ്പെടും, എവിടേക്കാ ഈ പോണേ എന്നറിയാൻ വേണ്ടി ആ വലയോടൊപ്പം മുകളിലൂടെ അങ്ങനെ ഈ കാക്കയും പറന്നുപോയി. കുറേ ദൂരം ചെന്നു. പകലൊക്കെ കഴിഞ്ഞു, നേരെ സന്ധ്യാവാറായി കഴിഞ്ഞപ്പോൾ ഒരു എലിമാളത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഈ ചിത്രഗ്രീവൻ പറഞ്ഞു, പ്രാവിൻ്റെ നേതാവ് പറഞ്ഞു, എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഇവിടെ. എൻ്റെ കൂട്ടുകാരൻ്റെ ആകെ അങ്ങോട്ട് അവർക്ക് വിഷമായി. മേൽപോട്ട് പറന്നുയർന്നെങ്കിൽ ഇനി അങ്ങോട്ട് പറക്കാൻ വയ്യ, എല്ലാവരും കൂടി വലയും കൂടി ചോന്നുകൊണ്ട് കിടക്കണ്ടേ. അപ്പോൾ പറഞ്ഞു, ഹിരണ്യകൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ, അയാൾ എലിയാണ്, ഇവിടെ ഈ കാട്ടിലൂടെ അടുത്ത താമസിക്കണേ, നമുക്ക് അവൻ്റെ കാടിൻ്റെ അടുത്തേക്ക് പോവാം, എലിയുടെ മാളത്തിനടുത്ത് പോവാമെന്ന് പറഞ്ഞാൽ വല അങ്ങനെ ഹിരണ്യകൻ്റെ മാളത്തിനടുത്തായിട്ട്, എലിമാളത്തിനടുത്തായിട്ട് ചെന്നിറങ്ങി. അപ്പോഴേക്കും വേടൻ നേരം രാത്രി ആയി കഴിഞ്ഞപ്പോൾ എവിടേക്കാണ് പോയേ പ്രാവുകളൊന്ന് കാണാണ്ടായി കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ച് വീട്ടിലേക്കും പോയി. തൽക്കാലം പ്രാവുകളുടെ ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വലയിൽ കുടുങ്ങിക്കെടുക്കുകയാണ്. വലയ്ക്കകത്തു നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ അവരെ ആരെങ്കിലും സഹായിക്കണം. അതിനെ ഹിരണ്യകൻ വിചാരിച്ചാൽ സഹായിക്കാം, കാരണം ഹിരണ്യകൻ എലിയല്ലേ. അപ്പോൾ എലിയും കുറേ കൂട്ടുകാരും അതുപോലെ തന്നെ ഈ മാടപ്രാവ് ചെന്നിട്ട് ഹിരണ്യകൻ്റെ അളക്കകത്ത് ഉമ്മർത്ത് ചെന്ന് നിന്നിട്ട് അവിടെ വല ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു കൂവി, എല്ലാ പ്രാവുകളും കൂവി അങ്ങോട്ട് കലകല ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഈ ഹിരണ്യകൻ മാളത്തിനകത്തുണ്ടായിരുന്നു. വേഗം പുറത്ത് വന്ന് നോക്കിയപ്പോൾ തൻ്റെ സുഹൃത്തായ മാടപ്രാവും കൂട്ടുകാരും ഒക്കെ വലയിൽ കുടുങ്ങി കൊടുക്കുക. ഇതെങ്ങനെ പറ്റി ചങ്ങാതി ഈ ആപത്തിൽ? ഒന്നും
ഒന്നും പറയണ്ട, ഞങ്ങൾ ഇത്തിരി ഭക്ഷണ സാധനം കണ്ടിങ്ങനെ ആകാശത്തൂടെ മേടിച്ച് പോവുമായിരുന്നു. പക്ഷേ ഭക്ഷണ സാധനം കണ്ടപ്പോൾ മനസ്സൊന്ന് ചാഞ്ഞു. അത് കഴിക്കാൻ പോയി എൻ്റെ പിന്നാലെ വലയ്ക്കകത്ത് കുടുങ്ങി. വേടൻ ഓടി വരുമ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കഷ്ടപ്പെട്ട് വല ഉയർത്തി പിടിച്ചിപ്പോൾ വന്നേക്കുക. ഞങ്ങളെ രക്ഷിക്കാൻ നീ വിചാരിച്ചാൽ പറ്റില്ലേ ഹിരണ്യക എന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ എന്നുണ്ട്. വേഗം ഹിരണ്യകൻ ഒരു പ്രത്യേക സിഗ്നലൊക്കെ കൊടുത്ത എല്ലാ എലികളെയും വിളിച്ച് കുറേ കൂട്ടുകാരന്മാരെ എലികളൊക്കെ വന്നു. അവർ പെട്ടെന്ന് വലയുടെ കണ്ണികൾ അങ്ങോട്ട് അറുത്ത് മുറിച്ച്, എലി കരളുക എന്ന് പറയില്ലേ, ഈ കണ്ണികളൊക്കെ കരണ്ട് അങ്ങോട്ട് മുറിച്ചു. പ്രാവുകളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ കാക്കയ്ക്കും വേടൻ അരിയും ഇതൊക്കെ വെതറിയിട്ട് കുടുങ്ങാനായിട്ട് കാക്കയും മക്കളെ ആരെങ്കിലും ഒന്ന് കുടുങ്ങുമെന്ന് കരുതി വല വെച്ചതാണ്. കാക്കയും മക്കളുമാണ് സാധാരണ ആരെങ്കിലും കുടുങ്ങണ്ടേ. ശ്രദ്ധാപൂർവം ഇരുന്നത് കൊണ്ട് അവരിതൊന്നും അറിഞ്ഞില്ല, വലയപ്പെട്ടില്ല. അവിടേക്ക് വന്ന ആടപ്രാവും കൂട്ടുകാരും ഒക്കെ വലയപ്പെട്ടു. പക്ഷേ ഹിരണ്യകൻ്റെ സഹായം കൊണ്ട് എല്ലാവരും വലയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് രാത്രി ആരൊക്കെ കാക്കയുണ്ടായിരുന്നു, പിന്നെ ഈ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു, എലികളും ഉണ്ടായിരുന്നു. സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ, മിത്രങ്ങൾ തമ്മിൽ അങ്ങും ഇങ്ങും സഹായിച്ചു കൊണ്ടിരുന്നാൽ മിത്രങ്ങൾ തമ്മിൽ ലാഭവും ഉണ്ടാകും. മിത്രലാഭം എന്ന് പറയുന്ന ഗുണവിശേഷം തന്ത്രം കാരണം ഇവരെല്ലാവരുടെയും ജീവൻ രക്ഷപ്പെട്ടു. നന്നായി. ഇന്നത്തെ കഥ മിത്രലാഭം എന്നതിൽ ആദ്യത്തെ കഥയാണ് കാക്ക, എലി, ആമ. ഇവരെല്ലാം കൂടി സൗഹൃദത്തോടെ ജീവിക്കുന്നു. മംഗളാരൂപ്യം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വലിയൊരു കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നിൽക്കുന്ന വൻമരത്തിന് ചുവട്ടിലായിട്ട്. ഈ കഥ ഇവിടെ നിന്ന് നിർത്തുകയാണ്. ഇനി അടുത്ത കഥ അടുത്ത ദിവസം പറയും. മിത്രലാഭത്തിലെ കഥകൾ തന്നെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ പഞ്ചതന്ത്രത്തിലെ കഥകൾ അമൂല്യങ്ങളാണ്. നല്ലതായ ഗുണപാഠങ്ങളുള്ള കഥകളാണ്. വലിയവർക്കും വായിക്കാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയുമാകാം. ഇക്കാര്യത്തിൽ അമാന്തം വെക്കല്ലേ. കഥകളിലൂടെയല്ലേ പ്രാപ്തി ഉണ്ടാകുന്നത്, ഓരോരോ തന്ത്രങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി.